നാഥ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മുസ്ലിമായിട്ട് വേണം മരിപ്പിക്കാൻ. ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്ന പെങ്ങള്, ഇസ്മായിൽ നബി കുറപ്പില്ലായിരുന്നു വാപ്പാ. അവിടെ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോട് കൂടിയുള്ളവര് മരണം തരണേ തമ്പുരാന്. ചെറുപ്പക്കാരാ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കടന്നു പോകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഖുർആൻ അറിയുമെങ്കിൽ എടുത്തു നോക്കടാ. റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലോ. എനിക്ക് അധികാരമല്ല വേണ്ടത്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ശഹാദത്ത് കലിമ പറഞ്ഞു മരിപ്പിക്കണേ അല്ലാ. രണ്ട് പ്രവാചകന്മാര് മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്. വബസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ പൊന്നാര മക്കളോട് വസിയത്ത് ചെയ്ത് കൊടുക്കുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവൂ, ഈമാനോടുകൂടിയേ മരിക്കാവൂ. എന്തിനാ പെങ്ങള്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗം തുറക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കരയുന്ന കരച്ചിൽ കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. എന്താണ് നബി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് എന്താണ്? ആയിഷ ബീബി അടുത്ത് ചെല്ലുമ്പോ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീതി ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി പോലും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രി സുജൂദി കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. എന്താ പറയണത് എന്ന് ചെന്ന് നോക്കുമ്പോ പറയാ, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന റബ്ബേ നീ എന്റെ ദീൻ, എന്റെ ഈമാൻ നീ നിലനിർത്തണേ അല്ലാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമില്ലേ, നിങ്ങൾക്ക് ഉറപ്പില്ലേ? എങ്ങനെ ഉറപ്പ് വരാനാ? പട്ടം നൂലിൽ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ആ മനുഷ്യന്റെ ഹൃദയം. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കാം. പൊന്നാര താത്താമാരെ, അള്ളാഹുവിനെ ഭയന്ന് 5 നേരം നിസ്കരിച്ച് നടന്ന എത്രയോ പേര്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ സ്വഹാബികൾ, ആ സഹാബികളിൽ പലരും കാഫിറായിട്ട് മരിച്ചുപോയില്ലേ? അത്രയൊന്നും ഇല്ലല്ലേ നിങ്ങള്? റസൂലുള്ളാഹി തങ്ങളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് പ്രവാചകന്റെ പുറകെ നടന്ന് മുത്തി നബിയുടെ പുറകിൽ നിന്ന് നിസ്കരിച്ച സഹാബി ഈമാനില്ലാതെ ചത്തുപോയില്ലേ? എത്രയോ സയ്യിദന്മാര്, വലിയകൾ. അള്ളാഹുവിന്റെ ഖുർആൻ നോക്ക്, ബല്ലാഗ് ഇബ്നു ബാഗൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നു. പട്ടിയെ പോലെ ചത്തുപോയെന്ന് അള്ളാഹ് പറഞ്ഞു. സാധാരണ ആളൊന്നുമല്ല.
ബല്ലാഹുവിനെ ബാവൂറ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ച അപ്പൊ തന്നെ കിട്ടും. അങ്ങനത്തെ മഹാൻ പട്ടി ചാപന്നത് പോലെ ചത്തുപോയി. ഹാഫിളീങ്ങള്, അള്ളാന്റെ ഖുർആൻ ചുമന്നുകൊണ്ട് നടന്നവർ, 114 അധ്യായങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നവർ ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? പെങ്ങളെ, ഒറ്റ നിമിഷം മതി, ജീവിതത്തിലെ ഒരൊറ്റ നിമിഷം മതി. എന്തെങ്കിലും മാരക രോഗങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോ ഒരൊറ്റ കയറെടുത്ത് ഫാനി തൂങ്ങി ചത്തുപോകുന്നില്ലേ എത്രയോ പേർ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ നിമിഷം കൊണ്ട് നീ തന്നെ ചിന്തിക്കും, ഇത് എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തേ, എന്തിന്റെ പേരിലായി മനുഷ്യൻ ഇങ്ങനെ ചെയ്തേ? നമ്മൾ അത്ഭുതത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരുന്ന കാലം മുഴുവനും അള്ളാനെ മറന്ന് പാപം ചെയ്ത് കള്ളു കുടിച്ചു പെണ്ണു പിടിച്ച് നടന്ന എത്രയോ പേര് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മുസ്ലിമായിട്ട് മരിച്ചുപോയ എത്ര പേരുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. ശത്രുവാ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആകണം, എനിക്ക് മുസ്ലിം ആകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ ചോദിച്ചു, ഇത്രയും നേരം ഞാൻ അവിടെ ആയിരുന്നു, ഇപ്പൊ ഞാൻ മുസ്ലിമായി, ഞാൻ ഇപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ട് ഞാൻ മരിച്ചുപോയ എന്ത് കിട്ടും? സ്വർഗം കിട്ടും, നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. ആ മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി, നിമിഷങ്ങൾക്കുള്ളിൽ ഷഹീദായി. ഒരു സുജൂദ് പോലും ചെയ്തില്ല ജീവിതത്തിൽ ഒരു സുജൂദ് പോലും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. മുസ്ലിമായി മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹം ഷഹീദായി. അമലുഹു ഖലീൽ അജ്റുഹു കസീർ. ഭാഗ്യവാൻ. ചെറിയ സൽക്കർമ്മം, പക്ഷേ വലിയ പ്രതിഫലം കിട്ടിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. നമുക്ക് ചില തോന്നലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ കടന്നു വന്നപ്പോ ചില സ്വഹാബികൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട. പള്ളി കെട്ടി കൊടുത്തെന്നോ, ഹജ്ജ് ചെയ്തെന്നോ, പൈസ കൊടുത്തെന്നോ, പാപങ്ങളെ സഹായിച്ചെന്നോ, ശരീരം മറച്ച് നടന്നെന്നോ, വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നീയൊന്നും നെളിയണ്ട. ഇതൊക്കെ റബ്ബ് സ്വീകരിച്ചോ എന്ന് നിനക്ക് തന്നെ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, എന്തൊക്കെ വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ സമയത്ത് നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ ഈ പള്ളിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പച്ചത്തെറി വിളിക്കാം, ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ നാവ് പൊക്കിയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ അത് അല്ലാഹ് തന്നെ വിചാരിക്കണം. അത് അല്ലാഹ് വിചാരിക്കാതെ ഒരു മനുഷ്യനും അത് പറഞ്ഞു മരിക്കാൻ പറ്റൂല. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, ഉറക്കല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം. പക്ഷെ അത് ചെയ്യൂലേ? ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ പോട്ടെ, ഇന്നത്തെ ദിവസം രാവിലെ സുബഹി മുതൽ ഈ 10:30 വരെ സമയം, ഇതിനിടയിൽ അള്ളാന്റെ ഖുർആൻ കൈകൊണ്ട് തൊട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ മനസ്സിലാക്കേണ്ടതാ, ഇന്നത്തെ ദിവസം പത്രം വായിച്ചവര് കൈവക്കാൻ പറഞ്ഞ രണ്ടും പൊക്കും. കാരണം 2 വായിച്ചിട്ട് TV കണ്ടവരൊക്കെ പൊക്കാൻ പറഞ്ഞ നമ്മൾ പൊക്കും. നമുക്കതാ ഖുർആനുമായിട്ട് നമുക്കുള്ള ബന്ധം അതാ മനസ്സിലാക്കണ്ടേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എന്തേ പ്രതിഫലം? ഖുർആൻ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം. എല്ലാരും പറയും എനിക്ക് ഓതാൻ അറിയില്ലെന്ന്. പെങ്ങളെ 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി, ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി. ഓതണമെന്നില്ല, ചെയ്യണമെന്നില്ല, നോക്കിയാൽ തന്നെ. ഏതൊക്കെ 5 കാര്യങ്ങൾ? 1, അള്ളാഹുവിന്റെ കഅബാലയം.
ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇബാദത്തിന്റെ കൂലിയ. അള്ളാഹു ചെന്ന് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ പോവാനാ? അള്ളാഹു കഅബാലയം കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, ഖുർആനിൽ നോക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നോക്കുക. ഓതണമെന്ന് ഞാൻ പറയണില്ല, നോക്കിയാ മതി. ആ ഖുർആൻ തുറന്നു വെച്ചിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഉമ്മ, നീ ഖുർആൻ നോക്ക്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, ഉമ്മയുടെ മുഖത്ത് നോക്കുക. നമുക്ക് നമ്മളെ നൊന്തു പ്രസവിച്ച നമ്മുടെ ഉമ്മ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് നോക്കുക. അതിത്തിരി പാടുള്ള കാര്യമാണ്. കാരണം ഉമ്മയുടെ ഗ്ലാമറൊക്കെ പോയി. ഈ കിളവിന്നല്ലേ വിളിക്കാം പുതിയ കാലം. ഉമ്മയുടെ മുടിയൊക്കെ നരച്ചു, തൊലിയൊക്കെ ചുളുങ്ങി. ആര് നോക്കാനാ? ഉമ്മയുടെ അടുക്കൽ പോകുവാനോ, ഉമ്മയുടെ മുഖത്ത് നോക്കുവാനോ, ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കുവാനോ, ഉമ്മയ്ക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? പറഞ്ഞങ്ങാതി ഉമ്മയ്ക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? ഭാര്യക്ക് എവിടെ കൊടുക്കണ്ടേ? നീ ഒതിരി അല്ലേ? എടാ ചങ്ങാതി, ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഉമ്മയ്ക്ക് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഓർമ്മയുണ്ടോ നിനക്ക്? ഇത്ര പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നല്ലോ. ഉമ്മായിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും കടിക്കാൻ മാരി കൊടുത്തിട്ടുള്ള പെണ്ണുങ്ങളൊന്ന് കൈപൊക്കിക്കും. സുബ്ഹാനല്ലാഹ്. നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് നിന്റെ ഈ 10, 30, 40, 50 കൊല്ലം പ്രായമുള്ളവരുണ്ട്. ഈ പ്രായത്തിന്റെ ഇടയിൽ ഒരിക്കലെങ്കിലും തന്റെ ഉമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വാരിക്കൊടുക്കാൻ നിനക്ക് സമയമില്ലല്ലേ? ആലോചിക്കുക. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഉമ്മയുടെ മുഖത്ത് നോക്കുമോളെ, ഇബാദത്തിന്റെ കൂലിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പൊന്ന് നോക്കണം. ചുമ്മാ ഇങ്ങനെ കുടിച്ചാ പോരാ. മഹത്തുക്കൾ പറയുന്നത് സംസം വെള്ളത്തിൽ നോക്കണമെന്ന്. നോക്കിയിട്ട് വേണം കുടിക്കാൻ. ഇബാദത്തിന്റെ കൂലി കിട്ടും. 5, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കാം. നമ്മള് ഉസ്താദന്മാര് വഅദ് പറയുമ്പോ, തങ്ങന്മാര് വന്നിട്ട് ദുആ ചെയ്ത് ദിക്ർ പറയുമ്പോ തൂങ്ങുക, മൊബൈലിൽ നോക്കിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ വന്നിരുന്നിട്ട് പോലും. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആലിമീങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? ഖുർആനിൽ നോക്കണം. ഖുർആനിൽ നോക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രതിഫലം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്നത്തെ ഈ രാത്രി മുതൽ പടച്ചവരെ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം വരെ എല്ലാ ദിവസവും നിങ്ങൾ ഖുർആൻ ഓതണം. വെറുതെ ഓതിയാ പോരാ, കാണാതെ ഓതിയാ പോരാ. അറിയുന്ന സൂറത്താണെങ്കിലും കണ്ടോതണേ. കണ്ടോതുന്നതിന് 2 പ്രതിഫലം. കണ്ടോതുന്നതിന് 2 പ്രതിഫലം. 1 ഖുർആനിൽ നോക്കി ഓതിയ പ്രതിഫലം, 2 ഖുർആൻ ഓതിയ പ്രതിഫലം. കാണാതെ ഓതിയ ഖുർആൻ ഓതിയ പ്രതിഫലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്നു മുതൽ പടച്ചവനെ 114 അധ്യായമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ ഏത് സൂറത്ത് ഓതണമെന്ന് നീ തീരുമാനിച്ചോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്ത്. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ. ഈ 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് എല്ലാ ദിവസവും ഖുർആൻ നോക്കിയിട്ട് ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? അതിത്തിരി മടിയുള്ള കാര്യമാണ്. എന്നാ പോട്ടെ, നിങ്ങളൊക്കെ തിരക്കുള്ളവരല്ലേ, ജോലി തിരക്കുള്ളവരല്ലേ. ഒരു സൂറത്ത് ഓതണ്ട, ഒരായത്തോതുവോ? കൈവക്ക് ഓതാന്ന് നിയത്ത് ചെയ്യുന്നത്. അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്
കൈപൊക്കറോ അരകയ്യന്മാരെ ഒന്നും അല്ല അവിടെ കേറ്റൂല. പൊക്കണമെങ്കിൽ പൊക്കിക്കോ. ചിലപ്പോ ഈ പൊക്കിയതിന്റെ പേരിലായിരിക്കും അല്ല നിനക്ക് സ്റ്റേജിരിക്കണവരും പൊക്കിക്കോ. ചിലപ്പോ ഈ പൊക്കിയതിന്റെ പേരിലായിരിക്കും അല്ല സ്വർഗം തരുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, ഉറക്കപ്പറ അല്ല രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി പൊക്കാത്തവൻ പൊക്കണ്ട, ഇനി പൊക്കാത്തവൻ പൊക്കണ്ട. മതകളകുന്ന ആന വന്നാലും ഞാൻ നെഞ്ചു വിരിച്ച് നിൽക്കും ഉസ്താദെ. നിന്റെയൊക്കെ വാപ്പാടെ പ്രായമുള്ളവര് വഴുത് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ടില്ല. അങ്ങനെയല്ല ആൾക്കാരുണ്ടല്ലോ. ഉസ്താദിനെക്കാളും വലിയ കൊലകൊമ്പന്മാര് വന്നിട്ട് നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയും റമളാൻ മാസവും 27-ാം രാവും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്നിട്ട് ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല. പിന്നെ ഇപ്പം നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആദ്യം അത് കേക്ക്. ഖുർആനിലെ ഒരു ആയത്ത് ഓത്, നിനക്ക് അല്ലാഹു നല്ല മരണം തരും. അതിനു പോലും മനസ്സില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല നിനക്കൊരു പ്രതിഫലം തരും. എന്തെന്നറിയോ? നീ ഈ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും ആരൊക്കെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഈ ലോകത്തിന് ഏത് തങ്ങളോ വലിയോ പണ്ഡിതനോ ആര് ഈസാ നബി വന്ന് പറഞ്ഞു തന്നാലും, നീ മരിക്കണ സമയത്ത് ആര് നിനക്ക് പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങൂല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളോട് നീ പറയും, ഞാൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മക്കൾ അടുത്ത് വന്നിട്ട് പറയും, വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ വാപ്പ. അപ്പം വാപ്പ മക്കളോട് പറയും, ഞാൻ മരിക്കുന്നത് ഈമാൻ ഇല്ലാതെയാ, ഞാൻ മരിക്കുന്നത് കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി പറ, ഒരായത്ത് ഓതുവോ? ഒന്ന് കൈ വെക്കിക്കേ. കണ്ടാ നേരത്തെ പൊങ്ങാത്ത കയ്യപ്പ പൊങ്ങിയത് കണ്ട ആമിന? ഇതാ പൊങ്ങല്, ഇതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായത്താവൂതേണ്ടത്, ഏതായത്താവൂതേണ്ടത് പ്രയോജനമുള്ള ആയത്തോത്. ഏതെങ്കിലും ആയത്തോതണ്ട. ഈ ആയത്ത് ഏതായത്തോതണമെന്നറിയോ? അല്ലാഹുവേ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. സ്വർഗം വേണോ, സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും ഈ ആയത്തോതിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരെങ്കിലും ഈ ആയത്ത് ഓതിയാൽ അവന് സ്വർഗമല്ലാതെ വേറെ പ്രതിഫലമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഏതായത്തും അറിയുമോ? ഏതായത്തും അറിയുമോ? ഓതാ തീരുമാനിച്ചവര് ആദ്യം പ്രതിഫലങ്ങൾക്ക്, ആകം പ്രതിഫലങ്ങൾക്ക് ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്. ജനിച്ചപ്പോഴേ മുസ്ലിമല്ല, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. പടച്ചവനെ, 8 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. 8 വർഷക്കാലം പടച്ചവനെ സഅദ് ഇബ്നു മുആദ് തങ്ങള് 8 വർഷമാണ്, 8 കൊല്ലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ സിംഹാസനം അവിടുന്ന് കുലുങ്ങുകയാണ്, അവിടുന്ന് കുലുങ്ങുകയാണ്. പടച്ചവനെ, മയ്യത്ത് കണ്ടവരാരും മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. ജനാസ കാണാൻ വരുന്നവര് മുഴുവനും മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കാരണം അത്ര മനോഹരമായ മരണമാ. മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. പടച്ചവനെ, സഅദ് ഇബ്നു മുആദ് തങ്ങള് സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചു കിടന്നപ്പോ അവിടുത്തെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. നമുക്കും വേണ്ട
വേണ്ടത് ഇതല്ലേ, നമുക്കും വേണ്ടത് ഇതല്ലേ. മരിച്ചു കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കണം കൊതിക്കണം കൊതിക്കണം. എന്തൊരു മരണമാല്ലോ, എന്തൊരു ചിരിയാല്ലോ, എന്തൊരു പ്രകാശമാല്ലോ. മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കണമടി പൊന്നുമോളെ. നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു ഭർത്താവ് എപ്പോഴും നിന്നെ കുറ്റം പറയുമല്ലോ. ഇക്കമാരെ ഉപ്പമാരെ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ നിന്റെ കൂടെ വരാറില്ലല്ലോ. പക്ഷേ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പയ്യങ്കയിലെ നിന്റെ വീടിന്റെ അകത്ത് കിടത്തിയിട്ട് അവസാനം നിന്റെ ഭാര്യയോട് പറയുന്നു, കാണണമെങ്കിൽ കണ്ടോ. വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് കുടുംബക്കാര് ചെന്നിട്ട് പറയുന്നു, നിന്റെ ഇച്ചാനെ കൊണ്ടുപോകാൻ പോകുകയാ, കാണണമെങ്കിൽ അവസാനമായിട്ടൊന്ന് കണ്ടോ. നിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ കറുത്ത ഗ്ലാമറില്ലാതെ ജീവിച്ചിരുന്ന നിന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ നിന്റെ ഭാര്യ പോലും പറഞ്ഞില്ലേ, എന്തൊരു ഗ്ലാമറാ. എനിക്ക് മരിച്ചു കിടന്നപ്പോ പറയും മോളെ, നിന്റെ ഭർത്താവ് പറയണം, എന്റെ ഭാര്യയുടെ മുഖത്തെ പ്രകാശം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെയാണ് മരിക്കേണ്ടത്, ഇതുപോലെയാണ് മരിക്കേണ്ടത്. അതിനുള്ള ഒന്നാമത്തെ വഴിയാ റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. പടച്ചവനെ, എല്ലാവരും അവിടുത്തെ മുഖത്തെ പ്രകാശം കണ്ടു, എല്ലാവരും അവിടുത്തെ മുഖത്തെ പ്രകാശം കണ്ടു. മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ എടുത്തു വെച്ചു. എന്നിട്ട് ജനാസ ചുമക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. സഹാബികളെ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തള്ളവിരൽ കുത്തിയിട്ടാണ് നടന്നുപോയത്. പടച്ചവനെ, അതാ സഹാബികൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മയ്യത്തിനു ഭാരമില്ല നബിയേ. നമ്മളിൽ പലരുമുണ്ടല്ലോ നല്ല ആരോഗ്യമുള്ള തടിയുള്ള മനുഷ്യനാ, പക്ഷേ മയ്യത്ത് കട്ടില് തോളിൽ വെക്കുമ്പോ ഭാരം തോന്നാറില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, മയ്യത്തിനു ഭാരമില്ല നബിയേ. തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നത് കണ്ടല്ലോ. എന്തുകൊണ്ടാണ് തള്ളവിരൽ കുത്തികെട്ട് നടന്നത്? സ്വഹാബാ, സ്ഥലമില്ല സ്വഹാബാ, കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് കാലുകുത്താ സ്ഥലം കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ ജനാസ ഈ പയ്യങ്കി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ മലക്ക് ചുമക്കണമടി പൊന്നുമോള്. എന്റെ ചെറുപ്പക്കാരികളോ പറയുകയാ, നിന്റെ മയ്യത്ത് ചുമക്കേണ്ടതും മലക്കുകളാ. അവളാണ് ഭാഗ്യവതി, അവളാണ് ഭാഗ്യവതി. എന്റെ ഉമ്മമാരെ, സീരിയല് കണ്ടിട്ട് കരയുന്ന ഉമ്മ, നാണമില്ലേ ഉമ്മ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ ഉമ്മ? എങ്ങനെയാ നിനക്ക് കരയാൻ തോന്നുന്നത്? ഒരുപാട് രോഗങ്ങൾ നിനക്കുണ്ട്. നിന്റെ മുടി നരച്ചില്ലേ? അത് മരണത്തിന്റെ അടയാളമല്ലേ? മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളമല്ലേ? എന്തേ നിനക്ക് നന്നാകാൻ കഴിയാത്തത്? മഗ്‌രിബിന്റെ സമയം മുതൽ രാത്രി 9 മണി വരെ ടിവിയുടെ പെണ്ണിലിരുന്ന് കരയുന്ന ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ കണ്ണുപിടിയനും പെണ്ണുപിടിയനും നിസ്കരിക്കാത്തവനും വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരല്ല ചുമക്കേണ്ടത്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കണം. അവളാണ് പെണ്ണ്, അവളാണ് സ്വാലിഹത്തായ പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, വാപ്പാ, മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കണം, നിന്റെ ജനാസ നിസ്കരിക്കാൻ.
70,000 VVIP-കൾ വരണമുപ്പാ. അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നതിനെക്കാളും പവറാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹുവിനെ വാഴ്ത്തുകയും അല്ലാഹുവിനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ടേ. അതിനല്ലേ മരണമെന്ന് പറയുന്നത്. ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങാനുള്ളതല്ല, ഇത് അധികാരം കൊണ്ട് വാങ്ങാനുള്ളതല്ല, ഇത് കുടുംബ മഹിമ പറഞ്ഞിട്ട് കിട്ടുന്ന കാര്യമല്ല. പയ്യങ്കി പള്ളിയിൽ പലരെയും വെള്ളിയാഴ്ച ദിവസം കൊണ്ട് വെച്ചല്ലോ സമ്പണ്ണിയപ്പോ പള്ളി മുഴുവനും നിറഞ്ഞില്ലേ? നീ തന്നെ ചിന്തിച്ചില്ലേ ഇവൻ എന്ത് പുണ്യം ചെയ്തതിന് അല്ല കൊടുത്തതാ? ഇവൻ എന്ത് ചെയ്തിട്ടാണ് റബ്ബ് ഇവൻ ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? മോളെ നല്ല മരണം വേണോ? നിന്റെ ജനാസ മലക്ക് ചുമക്കുകയാ. തങ്ങളുടെ ജനാസ ചുമന്നത് മലക്കുകളാ. അല്ലാഹുവിന്റെ റസൂലിന് കാലുകുത്താ സ്ഥലം കിട്ടിയില്ല, തള്ളവരുടെ കുത്തികെട്ടാണ് നടന്നു പോയത്. ഇനി നിനക്ക് ചരിത്രമറിയുമോ? ഇനി നിനക്ക് ചരിത്രമറിയുമോ? ഇവിടത്തെ പള്ളിയിലെ കബറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ ചെറുപ്പക്കാരോ, ഇവിടത്തെ പള്ളിയിലെ കബറ് വെട്ടുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ ചെന്നിട്ട് ചോദിക്കടാ. ആരെയെങ്കിലും കബറടക്കാര്, ആരെയെങ്കിലും കബറടക്കാര് കുഴിയെടുത്തപ്പോ, കബറ് കുഴിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിന് സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. 6 അടി മണ്ണിലെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലെ സുഗന്ധമാ പെങ്ങള്. അതാ കബറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കബറിന്റെ പണിയൊക്കെ പൂർത്തിയായി അവസാന കബറിനടിയിൽ നിന്ന് മണ്ണ് വാരിയെടുക്കുകയാ. അവസാനം കബറിനടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുമ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് മടിയിൽ വെക്കുകയാണ്. കാരണം സുഗന്ധമടിക്കുന്നു, മണ്ണിന് പോലും സുഗന്ധമാണ്. ആരും കാണാതെ മടിയിൽ വെച്ചു, ആരും കാണാതെ മടിയിൽ വെച്ചു. കബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ഈ കബറ് കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അരയിലിരിക്കുന്ന മണ്ണിന് സുഗന്ധമാ, തന്റെ അരയിലിരിക്കുന്ന മണ്ണിന് പോലെ സുഗന്ധമാ. ഈ കബറ് കുടിച്ച മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. തങ്ങളെ സ്വപ്നം കാണുകയാ, തങ്ങളെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, മലക്കുകളുടെ തിരക്കായിരുന്നല്ലോ, നിന്റെ കബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. ഇതെങ്ങനെയാ, ഇതെങ്ങനെയാ ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? സഅദ് റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന് റബ്ബനിക്ക് തന്നതാ. 2 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. 1 ഖുർആൻ ഓതി, 2 സുന്നത്ത് നോമ്പ് പിടിച്ചു. ഇതിന് പടച്ച റബ്ബനിക്ക് തന്ന പ്രതിഫലമാ. ചരിത്രമല്ലേ പെങ്ങള്, ചരിത്രമല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഇന്ന് വരെയുള്ളത് പോകട്ടെ, ഇവിടെ വരുന്നതിന് മുമ്പ് വരെയുള്ളത് മുഴുവനും പോകട്ടെ. ഇൻഷാ അല്ലാഹ്
മറക്കില്ല ഉസ്താദേ. നിങ്ങൾ പറഞ്ഞു തരുന്ന ആയത്ത് ഞാൻ മറക്കൂല. പടച്ചവനെ മരിക്കുന്ന കാലം വരെ എല്ലാ ദിവസവും ഞാൻ ഓതും ഉസ്താദ്. ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കും ഉസ്താദ്. പലരും പറയുമല്ലോ ഉസ്താദേ സമാധാനമില്ല. പലരും പറയും ഉസ്താദേ സമാധാനമില്ല വീടിന്റെ അകത്ത് സമാധാനമില്ല. ഭാര്യയും മക്കളും തമ്മിൽ, പടച്ചവനെ കൂടപ്പറപ്പുകൾ തമ്മിൽ അടിയും ബഹളവും. വീടിന്റെ അകത്ത് സമാധാനമില്ലാത്ത എത്രയോ പേരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ വഴി ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് കരയുന്നുണ്ട്. 5 സ്ഥലങ്ങളിൽ 6 സ്ഥലങ്ങളിൽ 6 കാര്യങ്ങൾ ഇരുന്ന് കരയുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 1, പുതിയ പള്ളി കെട്ടി, മനോഹരമായ പള്ളി, വലിയ പള്ളി. പക്ഷേ നിസ്കരിക്കാൻ ഈ പള്ളിക്കകത്ത് ആളില്ലെങ്കിൽ ഈ പള്ളി കരയും. നിസ്കരിക്കാൻ ഈ പള്ളിക്കകത്ത് ആളില്ലെങ്കിൽ AC ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്, അൽഹംദുലില്ലാഹ്. ഈ പള്ളിക്കകത്ത് നിസ്കരിക്കുക ഈ നാടിന്റെ ഐശ്വര്യമാണ്. ഈ പള്ളി ഈ നാടിന്റെ ഐശ്വര്യമാണ്. ഈ പള്ളി ഈ പള്ളിയാണ് ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഈ പള്ളി ഈ നാടിന്റെ ഐശ്വര്യമാ. ഈ ഐശ്വര്യമായ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ എതിരാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ ഈ പള്ളി കരയും. ഈ പള്ളി കരഞ്ഞ ഞാൻ ബാക്കി പറയൂല. വയലിന്റെ മജ്‌ലിസ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. പള്ളി കെട്ടിയ പള്ളി വന്ന് നിസ്കരിച്ചു കൊള്ളണം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്തുള്ളവന് പള്ളിയിലെ ജമാഅത്തുള്ളൂ. പള്ളിയുടെ അടുത്തുള്ളവന് പള്ളിയിലെ ജമാഅത്തുള്ളൂ. വീട്ടിൽ ജമാഅത്തില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരാ പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർ? ബാങ്ക് വിളിക്കണ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ അവന്മാര് മുഴുവനും ഇവിടെ വന്ന് 5 നേരം നിസ്കരിച്ചു കൊള്ളണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കണം. നിങ്ങൾ ആരും നിസ്കരിക്കാത്തവരല്ല, എല്ലാ പെണ്ണുങ്ങളും നിസ്കരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കൊരു പോരായ്മയുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഖുർആൻ പറഞ്ഞു, നിസ്കരിക്കുന്നവൻ നരകത്തിലാണ്. നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരല്ലേ? ഒന്ന് കുലുക്കിക്കതല്ല, നിസ്കരിക്കുന്നവരല്ലേ? എപ്പോ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഈ പള്ളിയിൽ നിന്ന് 12:30 മുമ്പ് ളുഹർ ബാങ്ക് വിളിക്കും. 12:30 മുമ്പ് ളുഹർ ബാങ്ക് വിളിക്കും. നിങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കണം? പച്ചക്കറിയും അരിയണം, മീൻ വെട്ടണം, ചോറ് കഴുകണം, അരി കഴുകണം, ചോറ് വെക്കണം, ചോറ് ഊറ്റണം, കറി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ് തിന്ന് കുളിച്ചു ഒരുങ്ങി ഒരു 3 മണിയാകുമ്പോ അൽഹംദുലില്ലാഹ് പോയി നിസ്കരിക്കും. നീ ഏത് മദ്ഹബാ? ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. പിന്നെ എന്തിനാ ആമിനാത്ത ഈ മോദിയും കിടന്ന് വിളിക്കണത്? നിനക്ക് 3 മണിക്ക് നിസ്കരിക്കാനാണെങ്കിൽ, നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ വിളിക്കണം? അവിടെയാണ് നീ സൂക്ഷിക്കേണ്ടത്. അപ്പൊ നീ പറയൂ, ഉസ്താദെ മീൻ കരി പറ്റി വിയർത്ത് നിൽക്കല്ലേ? എന്താ വിയർപ്പ് ഒളി നിർബന്ധമാകുന്ന കാര്യമാ? മീൻ ചെയ്തോ, മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇത്തിരി മീന്റെ വെള്ളം വീണോ, കുളി നിർബന്ധമാകുന്ന കാര്യമാ? അത് കഴുകണം. ശരീരത്ത് വിയർപ്പുണ്ടോ? കഴുകണം. കയ്യും കാലും കഴുകിയിട്ട് ഓടിപ്പോയിട്ട് നിസ്കരിക്കണം. അല്ലാതെ ളുഹറും അസറും കൂടെ ഒരു ഒളുവിൽ പണിയുന്നുണ്ടല്ലോ, അത് വേണ്ട. ളുഹറും അസറും കൂടെ ഒറ്റ ഒളുവ്. ബാങ്ക് വിളിക്കാൻ സമയമാകുമ്പോ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് വന്നിരിക്കും. ആ ഒളുവിൽ തന്നെ അസറും കൂടെ നിസ്കരിച്ചിട്ട് ചായ അടിക്കും. അല്ലാഹുടെ പരലോകത്ത് നിന്നെ വിടുവോ അല്ലാഹ്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തിന്നാനുള്ളത് അവിടെ കിടക്കട്ടെ. പോയി കയ്യും കാലും കഴുകിക്കോണം, ഒളുവെടുത്തോണം, നിസ്കരിച്ചോണം. പിന്നെ വന്നിട്ട് ബാക്കി ഉണ്ടാക്കണം, പിന്നെ കുളിച്ചോണം.
അല്ലാതെ നിസ്കാരം നീട്ടരുത്. അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താപ്പാ, നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ AC പള്ളി കരഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൽ നന്നത് നാശമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. 2, ഖുർആൻ കരയും. ഖുർആൻ കരയും. എവിടെ ഇരുന്ന്? നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഖുർആൻ. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. സൗദിയിൽ ഉംറയ്ക്ക് പോയപ്പോ. തൊടാറുണ്ടോ? ചെലന്തി വല എടുത്ത് കളയാറുണ്ടോ? അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി തുടയ്ക്കാറുണ്ടോ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോ പറഞ്ഞു, ഉസ്താദെ ആകെ പ്രശ്നം ഉസ്താദ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. എന്തെങ്കിലും ഞാൻ ഒരായത്ത് കേട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം, ഓദിക്കോ. ഉസ്താദെ മൊബൈൽ ഏതായത്താ ഉസ്താദ് എഴുതിത്താ? ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തോണ്ട് പോവാൻ, ഞാൻ കാണിച്ചു തരാം. എന്റെ റബ്ബേ, ഒരു ഖുർആൻ കൊണ്ടുവന്നു. തുറന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉറുമ്പ് മുട്ടയിട്ടിരിക്കുന്നതിനകത്ത്. സുബ്ഹാനല്ലാഹ്. ആമിന, നിന്റെ വീടിനകത്തിരുന്നിട്ട് ഖുർആൻ കരയും നീ ഓതിയില്ലെങ്കിൽ. നീ ആ ഖുർആൻ തുറന്നില്ലെങ്കിൽ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയും. ആ കണ്ണീര് നിന്റെ കുടുംബം വരെ കരിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നിന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത്. ഖുർആൻ വീടിനകത്തിരുന്നിട്ട് കരയുകയാ, തേങ്ങുകയാ. പിന്നെങ്ങനെ നീ നന്നാകും? കൂടപ്പുറപ്പുകൾ തമ്മിൽ ബദർ യുദ്ധം നടക്കണ പോലെ യുദ്ധവാ. കണ്ട അടിയ മക്കള്, കണ്ട കീരിയും പാമ്പിനെ പോലെ പരസ്പരം കിടന്ന് തമ്മിലടിക്ക. ഭാര്യയും ഭർത്താവും ശത്രുക്കളാ. ഒരുത്തൻ നന്നാവുന്ന ഇവന് കണ്ടുകൂടാ, ഇവൻ നന്നാവേണ്ടത് അവന് കണ്ടുകൂടാ. കൂടപ്പുറപ്പുകൾ തമ്മിൽ ശത്രുത. ഭാര്യയും ഭർത്താവും പടച്ചവനെ ചങ്കും കരളുമായിരുന്നു. ഒരടിയുണ്ടായി പിണങ്ങിക്കഴിഞ്ഞാൽ പാപ്പ വരെ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ അത് വീടിനകത്ത് ഓതാതിരുന്നാൽ അത് കരയും. അത് നിനക്ക് നാശമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ.